ഇതിൽ എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, ഞാൻ നമ്മുടെ സമൂഹത്തെ കാണുന്ന രീതിക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാനിൽ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ അവൻ ബലപരമായിട്ട് അവളെ ചുംബിച്ചു, ആ ലേഡിയെ ചുംബിച്ചു എന്ന് പറയുന്നുണ്ട്. എന്തായാലും വിവാഹ വാഗ്ദാനം കൊടുത്തു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, പീഡിപ്പിച്ചു എന്നുള്ള കേസാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിനകത്ത് സ്ത്രീകളുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹോളി ആയിട്ട് കാണുന്ന ഒരു സമൂഹമാണ്. അത് പണ്ട് മുതലേ ഉണ്ട്. അത് ഇപ്പോഴല്ല, പല സമൂഹത്തിനകത്ത് അതുണ്ട്. അപ്പൊ അങ്ങനെ ഹോളിനെസ് സ്റ്റിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. വെർജിനിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇല്ലാത്തൊരു സംഭവമാണ് വെർജിനിറ്റി. പക്ഷെ അതിനെ നമുക്കുണ്ട്. നമ്മുടെ സിസ്റ്റമാറ്റിക്കലി നമുക്ക് ആ ഒരു സാധനം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് നിന്ന് ഈ ഒരു സമൂഹത്തിന് വേണ്ടി, ആ ഏത് സമൂഹത്തിലാണോ നമ്മൾ നിൽക്കുന്ന ആ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് അത് കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമേ നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ സ്ത്രീകളുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. എല്ലാ സ്ത്രീകളും ഭയങ്കര യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരല്ല. ഇത് പോയെങ്കിലോ കുഴപ്പമില്ല. അത് ഇപ്പോഴാണ് അങ്ങനത്തെ സമൂഹത്തിലെ ആൾക്കാർ രൂപപ്പെട്ടു വന്നത്. ഇപ്പോഴും അത് അങ്ങനെ അല്ലാത്ത സ്ത്രീകൾ ഒരുപാടുണ്ട്. പുതിയ തലമുറപ്പെട്ട ആൾക്കാരാണെങ്കിൽ പോലും ഒക്കെ ഒരു സിംഗിൾ റിലേഷൻഷിപ്പ് മതി എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരില്ലേ. പെൺകുട്ടിയുടെ അടുത്ത് നമ്മൾ നിന്നെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെക്ഷൽ റിലേഷനോട് പോകുന്നത് ചതിയാണ്, തെറ്റാണ്. കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. സ്ത്രീകൾക്ക് സുഖമായിട്ട് കേസ് കൊടുക്കാം. അതിൽ ഫേക്ക് കേസസ് വരുന്നില്ലേ? ഫേക്ക് കേസസ് വരുന്നുണ്ട്, അതില്ലെന്നല്ല. പക്ഷേ മെജോറിറ്റി കേസസ് അങ്ങനെയല്ല വരുന്നത്. തിരിച്ച് ആണുങ്ങൾക്കും ഇതുപോലെ അവരും കൊടുക്കാറുണ്ടല്ലോ. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നം മെയിൻലി ഉടലെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ അത് വ്യക്തമായിട്ട് ആ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. രണ്ടുപേരും പരസ്പരം കപ്പിളാവാൻ തീരുമാനിക്കുന്ന ആൾക്കാർ, ഓക്കെ ഇതാണ് എൻ്റെ റിലേഷൻഷിപ്പ്, നമുക്ക് ഇങ്ങനെ ഫ്രണ്ട്സ് ബെനിഫിറ്റ് മതിയോ, അല്ലെങ്കിൽ ലിവിംഗ് റിലേഷൻ ആണോ, കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്നോ, സെക്സ് റിലേഷൻ മാത്രം വേണോ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അനുവാദം ഇപ്പോൾ ഉണ്ടല്ലോ. നിങ്ങൾക്ക് സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുക. അത് ചെയ്തിട്ട് റിലേഷൻഷിപ്പിൽ പോലെ സെക്സിന് വേണ്ടി വിവാഹ വാഗ്ദാനം കൊടുത്ത് ചെയ്യുന്നത് റോങ് ആണ്. കേസ് വരും. കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. അത് അതിന്റെ വഴിക്ക് അങ്ങ് പോകും. വേറെ കാര്യത്തിൽ സംഭവിച്ചത് അങ്ങനെയാണെന്ന് പറയുന്നു. വേറെ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഇതുപോലത്തെ ഒരു അലിഗേഷൻ കേസ് വന്ന ഒരാളാണെന്ന് മാപ്പ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു. ഒരു മുമ്പത്തെ ഒരു കേസിന്റെ ഓർമ്മ ശരിയാണെങ്കിലുണ്ട്. പിന്നെ ഇപ്പോൾ ഇതായി വീണ്ടും ഇങ്ങനത്തെ ഒരു കേസ് വന്നേക്കുന്നു. അപ്പം നമുക്ക് പലരും പല പാർട്ട്നേഴ്സിനും പല ആൾക്കാരിലും ഒക്കെ പോവാം, പല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം. ഒരാളായിട്ട് തന്നെ ഒരു പുരുഷനും സ്ത്രീയും നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ച കാരണമാണ് നിൽക്കുന്നത്. നോർമലി അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് പലയിടത്തും തോന്നുകയും ചെയ്യാം. പക്ഷെ നമ്മൾ അതിനെ റെഗുലേറ്റ് ചെയ്യും. അവിടെയാണ് അതിന്റെ കാര്യം ഇരിക്കുന്നത്. നമുക്ക് കല്യാണം കഴിച്ച് നമ്മൾ പിള്ളേരും ഭാര്യയായിട്ട് നമ്മളെ ഭാര്യയായിട്ട് പോകുമ്പോൾ നമുക്ക് വേറൊരാൾ ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് നമുക്ക് തോന്നുന്നത് തെറ്റൊന്നുമല്ല. നമ്മളിവിടെ റെഗുലേറ്റ് ചെയ്യും. ഓക്കെ, ഇതല്ല, നമുക്കൊരു ഫാമിലി ഉണ്ട്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളോട് ചെയ്യാൻ എന്ന് പറഞ്ഞ് നമ്മൾ റെഗുലേറ്റ് ചെയ്ത് നിൽക്കും. അവിടെയാണ് നമ്മൾ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യരായിട്ട് മാറുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല തോന്നുന്നത് തെറ്റാണോ, അയ്യോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് മാത്രമേ തോന്നാവൂ, എൻ്റെ ഭാര്യയുടെ അടുത്ത് മാത്രമേ എനിക്ക് തോന്നാവൂ, അങ്ങനെ വല്ലാതെ തോന്നുന്നത് തെറ്റാണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് അതിനോട് യോജിപ്പൊന്നുമില്ല. നമുക്ക് റെഗുലേറ്റ് ചെയ്യുക, നമ്മൾ റെഗുലേറ്റ് ചെയ്ത് നിൽക്കുക. പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ വൈഫിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ കൺസെന്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഇങ്ങനെയാണെങ്കിലും വേറൊരു പാർട്ണർ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടായെന്ന് കരുതി എനിക്ക് വലിയ പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഒരു കുഴപ്പമില്ല. പരസ്പരം മ്യൂച്വൽ കൺസെന്റ് ഉണ്ടെങ്കിൽ. ഈ മ്യൂച്വൽ കൺസെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിനും വേണം, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വേറൊരു പാർട്ണർ വെളിയിലുണ്ടെങ്കിൽ അവരുമായിട്ടും വേണം. സോ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഇവിടെ നടക്കാറുണ്ട്. ഇല്ലെന്ന് ആരാ പറഞ്ഞത്? എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പും എല്ലാ ടൈപ്പ് റിലേഷൻഷിപ്പും നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിക്കകത്ത് ഇപ്പോഴും ഉണ്ട്. ഇനി കൺസെന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മളൊരു ഭാര്യയും ഭർത്താവും ആയി കഴിഞ്ഞാൽ ഭാര്യനെ നമുക്ക് ശരീരത്തെ തൊടാൻ ഭാര്യയുടെ കൺസെന്റ് വേണ്ടെന്നാണോ അതിനർത്ഥം? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് ലൈസൻസ് ഒന്നുമല്ല. നമുക്ക് എത്ര സെക്ഷൽ റിലേഷനിലോട്ട് പോകണമെങ്കിലും ഓരോ തവണ കഴിയുമ്പോഴും അടുത്ത റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോൾ കൺസെന്റ്